ഓണം മലയാളികളുടെ മനസ്സിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന ഒരു സുന്ദരമായ ഓർമ്മ. പൂക്കളത്തിൻ്റെ നിറങ്ങളും ഓണക്കളികളുടെ സന്തോഷങ്ങളും കുട്ടികളുടെ ചിരിയും എല്ലാം ചേർന്നാൽ ഓണം കൂടുതൽ മനോഹരമാകുന്നു. ഇന്ന് നമ്മളുടെ അംഗനവാടിയിലും ഓണത്തിൻ്റെ സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ ഒരുക്കിയിടുക. അപ്പോൾ രുദ്രൻകുട്ടനുമൊക്കെ അംഗനവാടിയിലോട്ട് പോകാൻ റെഡിയായിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് സദ്യക്ക് ഓരോരുത്തരും ഓരോരോ വിഭവങ്ങൾ തയ്യാറാക്കിക്കൊണ്ട് വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് അവിടുന്ന് കിട്ടിയത് പായസം വെച്ചുകൊണ്ട് ചെല്ലാനാണ്. അപ്പോൾ നമ്മൾ പാലട പായസമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം കണ്ണൻ പിള്ളേരെ രണ്ടുപേരെയും കൂടെ അങ്ങോട്ട് കൊണ്ടുപോയി ആക്കി കൊടുത്തു. പുറകെ ഞാൻ പായസമായിട്ട് ചെന്ന് കേട്ടോ. അപ്പം ഞാൻ ചെല്ലുമ്പോഴത്തേക്കും അവിടെ അത്തത്തിനുള്ള ഇതൊക്കെ വരച്ചിട്ടുണ്ട്. അവിടെ പൂക്കളൊക്കെ അടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ കൂടുതലും ഞാൻ ആ വീഡിയോയിൽ കാണത്തില്ല. കാരണം ഞാനാണല്ലോ വീഡിയോ എടുക്കുന്നത്. ഞാൻ ഇച്ചിരി ഭാഗത്തെ കാണത്തുള്ളൂ. അപ്പം അങ്ങനെയൊക്കെയാണ്. ഇന്ന് നമ്മുടെ അംഗനവാടിയിൽ ഓണത്തിന്റെ സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ്. കുഞ്ഞു മനസ്സുകളിൽ സ്നേഹവും സൗഹൃദവും പങ്കുവെച്ച് നമ്മുടെ സ്വന്തം ഓണം ആഘോഷിക്കാനായി എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നു. കുട്ടികളുടെ കളിച്ചിരികളും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും സ്നേഹവും ചേർന്ന ഈ ഓണാഘോഷം എന്നും ഓർത്തു വയ്ക്കാവുന്ന ഒരു മനോഹരമായ ദിനമാകട്ടെ എന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് കേട്ടോ. ഓണത്തെ വരവേൽക്കാൻ അംഗനവാടിയിലും മനോഹരമായി ഒരുങ്ങിയിരിക്കുന്നു. നിറമുള്ള പൂക്കളും ഓണപ്പൂക്കളവും ചെറിയ ചെറിയ അലങ്കാരങ്ങളും അംഗനവാടിയുടെ ഓരോ കോണിലും ഓണത്തിന്റെ സന്തോഷം കാണാം. കുഞ്ഞുങ്ങളുടെ കൈകളാൽ ഒരുങ്ങിയ പൂക്കളത്തിന് പ്രത്യേക ഒരു ഭംഗിയുണ്ട്. ഓരോ പൂവും ചേർന്നാണ് മനോഹരമായ പൂക്കളം പൂർത്തിയാക്കുന്നത്. അതുപോലെ തന്നെ സ്നേഹവും സൗഹൃദവും ഒരുമയും ചേർന്നാലാണ് ഒരാഘോഷം പൂർണ്ണമാകുന്നത്. ഓണക്കാലത്തിന്റെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിൽ ഒന്നാണ് പൂക്കളം. പൂക്കൾ തിരഞ്ഞെടുത്തും നിറങ്ങൾ ചേർത്തും ഓരോ കുഞ്ഞുങ്ങളും തങ്ങളുടേതായ രീതിയിൽ പൂക്കളത്തിൽ പങ്കാളികളാകുന്നു. ചെറിയ കൈകൾ കൊണ്ട് പൂക്കൾ നിരത്തുമ്പോഴുള്ള അവരുടെ സന്തോഷം കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. പൂക്കളത്തിലെ ഓരോ നിറത്തിനും ഓരോ സന്തോഷമുണ്ട്. ഓരോ പൂവിനും ഒരു ഓർമ്മയുണ്ട്. ഈ കുഞ്ഞു മനസ്സുകളിൽ ഇന്നത്തെ ഓണം ഒരു മനോഹരമായ ഓർമ്മയായി എന്നും നിലനിൽക്കട്ടെ. പൂക്കളത്തിന് ശേഷം ഇനി ആഘോഷത്തിന് കൂടുതൽ നിറം പകരാൻ ഓണക്കളികളിലും പരിപാടികളും കുട്ടികളുടെ ചിരിയും കളിയും കൊണ്ട് അംഗനവാടി ആകെ ഉത്സവമാകുന്നു. പരസ്പരം കൈകോർത്തും കൂട്ടുകാരോടൊപ്പം കളിച്ചും ഓരോ കുഞ്ഞും ഓണത്തിന്റെ സന്തോഷം ആസ്വദിക്കുന്നു. വിജയിക്കണമെന്നതിലുപരി ഒരുമിച്ച് കളിക്കുന്നതിന്റെ സന്തോഷമാണ് ഈ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും വലുത്. ചെറിയ സമ്മാനങ്ങൾക്കപ്പുറം വലിയ സന്തോഷങ്ങളാണ് ഇന്നത്തെ ഓണക്കളികളിൽ ഈ കുഞ്ഞുങ്ങൾക്ക് സമ്മാനിക്കുന്നത്. ഓണപ്പാട്ടിന്റെ ഈണവും കുഞ്ഞുങ്ങളുടെ മനോഹരമായ കലാപരിപാടികളും ആഘോഷത്തിന് കൂടുതൽ മധുരം പകരുന്നു. സമ്പൽ സമൃദ്ധിയുടെയും പൊന്നോണമാണ് നമ്മൾ ആഘോഷിക്കുന്നത്. എല്ലാവർക്കും ഒത്തൊരുമയോടെ വേണം ഓണം ആഘോഷിക്കാൻ. നമ്മുടെ പുതിയൊരു പുലരിയാണിത്. പുതിയ തുടക്കങ്ങളാണ്. പഴമയെല്ലാം മറന്നുകൊണ്ട് പുതിയൊരു ആഘോഷത്തിന് തുടക്കം കുറിക്കുകയാണ് പൊന്നോണം. നമ്മുടെ മഹാബലി വന്ന അങ്ങനെയായിരുന്നു. മാവേലി ആകുന്ന ആ കാലഘട്ടത്തിലേക്ക് ഒരു ഓർമ്മ പുതുക്കാനാണ് നമ്മളിപ്പോ ഈ ഓണാഘോഷം ആഘോഷിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ല മാവേലി മന്നനെയോ. ഇപ്പൊ ടിവിയിൽ കാണുന്നുണ്ട്, എങ്കിലും അവർക്ക് അതിനെ കുറിച്ചുള്ള ഒരു ബോധ്യം അവർക്കില്ല. അതിന്റെ ഒരു ഓർമ്മ കുഞ്ഞുങ്ങളെ പുതുക്കാൻ വേണ്ടിയാണ് നമ്മൾ അത്തപ്പൂക്കളെ ഇടുന്നത്. നമ്മളെല്ലാവരും വരച്ചു കൊണ്ടുവന്ന് അത്തപ്പൂ ഇടുന്നത്. അതിന്റെ പൊന്നോണ പുലരിയിലേക്ക് എല്ലാവർക്കും ഇവിടെ വന്ന എല്ലാ കുഞ്ഞുമക്കൾക്കും അമ്മമാർക്കും എന്റെ ഓണാശംസകൾ നേർന്നുകൊള്ളുന്നു. എന്റെ എല്ലാ കുഞ്ഞുമക്കൾക്കും അമ്മമാർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എല്ലാ കുഞ്ഞുമക്കൾക്കും ടീച്ചറിനും ആന്റിക്കും അമ്മമാർക്കും എല്ലാവർക്കും എന്റെ ഓണാശംസകൾ.
അവിടെ ചെന്ന് എല്ലാരും പാട്ട് പാടാൻ ഇത് പറഞ്ഞ അവിടെ ഇരിക്കാൻ അവിടെ ഇരിക്കാൻ പിന്നെ കണ്ണിൻ തിളക്കാമോ കൈനുള്ള കൺമണി പോലൊരു ഇനി കാത്തിരുന്ന മറ്റൊരു സന്തോഷം ഓണസദ്യ. ഓണസദ്യ എന്ന് കേൾക്കുമ്പോൾ തന്നെ മലയാളികളുടെ മനസ്സിൽ ഒരു പ്രത്യേക സന്തോഷമാണ്. വ്യത്യസ്തമായ വിഭവങ്ങൾ, വാഴയില, കൂട്ടായിരുന്നുള്ള ഭക്ഷണം എല്ലാം ചേർന്ന് ഓണസദ്യയെ കൂടുതൽ മനോഹരമാക്കുന്നു. കുഞ്ഞുങ്ങൾ കൂട്ടുകാരോടൊപ്പം ഇരുന്ന് സദ്യ കഴിക്കുമ്പോൾ ആ സന്തോഷം അവരുടെ മുഖത്ത് വ്യക്തമായി കാണാം. ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതിലൂടെ പങ്കുവയ്ക്കലിൻ്റെയും സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും നല്ല പാഠങ്ങളും അവർ പഠിക്കുന്നു. ഈ ഓണസദ്യയുടെ രുചിയേക്കാൾ മധുരമുള്ളതാണ് കുട്ടികളുടെ ചിരിയാണ്. ഒരാഘോഷം മനോഹരമാക്കുന്നത് കുട്ടികൾ മാത്രമല്ല, അവർക്കായി സമയം കണ്ടെത്തി സ്നേഹത്തോടെ എല്ലാം ഒരുക്കുന്ന അധ്യാപകരും രക്ഷിതാക്കളും ഈ ആഘോഷത്തിൻ്റെ വലിയൊരു ഭാഗമാണ്. കുഞ്ഞുങ്ങളുടെ സന്തോഷത്തിനായി ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഈ മനോഹരമായ കൂട്ടായ്മയാണ് അംഗനവാടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. കുഞ്ഞുങ്ങളുടെ ഓരോ ചിരിയിലും അവരുടെ സ്നേഹത്തിൻ്റെ ഫലമുണ്ട്. ചിലർ പാട്ടുപാടുന്നു, ചിലർ നൃത്തം ചെയ്യുന്നു, മറ്റു ചിലർ കൂട്ടുകാരോടൊപ്പം മനോഹരമായ പരിപാടികൾ അവതരിപ്പിക്കുന്നു. കുഞ്ഞുങ്ങളുടെ ഈ ചെറിയ പ്രകടനങ്ങളിൽ നിറഞ്ഞിരിക്കുന്നത് വലിയ ആത്മവിശ്വാസങ്ങളാണ്. അവരുടെ ഓരോ ചുവടിലും പിന്നിൽ അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും സ്നേഹവും പ്രോത്സാഹനവും ഉണ്ട്. ഓണപ്പാട്ടിൻ്റെ ഈണവും കുഞ്ഞുങ്ങളുടെ മനോഹരമായ കലാപരിപാടികളും ആഘോഷത്തിന് കൂടുതൽ മധുരവും പകരുന്നു. വേദിയിൽ എത്തുന്ന ഓരോ കുഞ്ഞിനും ഇന്ന് വലിയൊരു താരമാകാനുള്ള അവസരമാണ്. വിജയിക്കണമെന്നതിലുപരി ഒരുമിച്ച് കളിക്കുന്നതിൻ്റെ സന്തോഷമാണ് ഈ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും വലുത്. ചെറിയ സമ്മാനങ്ങൾക്കപ്പുറം വലിയ സന്തോഷങ്ങളാണ് ഇന്നത്തെ കുഞ്ഞുങ്ങൾ ഓണക്കൈകളിൽ ഈ കുഞ്ഞുങ്ങൾക്ക് സമ്മാനിക്കുന്നത്. കുട്ടികളുടെ ചിരിയും കളിയും കൊണ്ട് അംഗനവാടി ആകെ ഒരു ഉത്സവമാവുന്നു. പരസ്പരം കൈകോർത്തും കൂട്ടുകാരോടൊപ്പം കളിച്ചും ഓരോ അവരുടെ സന്തോഷം ആഘോഷിക്കുന്നു. ഇങ്ങനെ ഒരുപാട് സന്തോഷങ്ങളും ചിരികളും നിറഞ്ഞ് നമ്മുടെ അംഗനവാടിയിലെ ഓണാഘോഷം മനോഹരമായി പൂർത്തിയാവുകയാണ്. ഓണം നമ്മെ പഠിപ്പിക്കുന്നത് ഒരുമയുടെ സന്ദേശമാണ്. വലിയ ആഘോഷങ്ങളെ വിലപ്പെട്ടത് ഒരുമിച്ചുള്ള ചെറിയ സന്തോഷങ്ങളാണ്. ഈ കുഞ്ഞു മനസ്സുകളിൽ സ്നേഹവും സൗഹൃദവും സന്തോഷവും എന്നും നിറഞ്ഞു നിൽക്കട്ടെ. എല്ലാവരുടെയും ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഐശ്വര്യവും നിറയട്ടെ. നമ്മുടെ അംഗനവാടി ഈ ഓണാഘോഷത്തിൻ്റെ മനോഹരമായ ഓർമ്മകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും ടാറ്റ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ടാറ്റ.